മാർക്കോ തിയേറ്ററിൽ തകർത്തോടുമ്പോൾ സന്തോഷിക്കുന്ന നിരവധി പ്രവാസികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും സന്തോഷവതിയായിട്ടുള്ള ഒരാളാണ് നമുക്കൊപ്പം ചേരുന്നത് ബിന്ദു സഞ്ജീവ്. പല സിനിമകളിൽ, പരസ്യങ്ങളിലൊക്കെ നമ്മൾ അടുത്ത് കണ്ടിട്ടുള്ള ആളാണ്. മാർക്കോയിലൂടെ ആദ്യം മാർക്കോയിൽ നിന്നും തുടങ്ങാൻ പറ്റും. മാർക്കോ കുറേ മൂവികൾ ചെയ്തിട്ടുണ്ടെങ്കിലും മാർക്കോ ഇത്രയും സക്സസ് ആയെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ലൈക്ക് നമ്മൾ ഇവിടുന്ന് എസ്പെഷ്യലി പ്രവാസിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ മൂവികൾക്ക് വേണ്ടിയിട്ട് അവിടെ വരെ നാട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരു മൂവി വിജയകരമായിട്ട് പ്രദർശിപ്പിക്കുമ്പോൾ, ഇപ്പം ഇവിടെ ആയാലും ദുബായിലായാലും തിയേറ്റർ ഫുള്ളായിട്ട് ഇപ്പോഴും റൺ ചെയ്യാണ്. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ആ ഒരു എന്നുവെച്ചാൽ അതിൽ വന്നത് മിഖായിലിൽ നിന്നാണ് ഞാൻ വന്നത്. മിഖായിലും സെയിം റോളായിരുന്നു, സിദ്ദിഖിക്കയുടെ വൈഫായിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പാർട്ട് എന്ന് അത് തന്നെയല്ല, സെക്കൻഡ് പാർട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ മൂവിയിലേക്കും അതിലെ ക്യാരക്ടേഴ്സും ആ കഥാപാത്രങ്ങളുള്ളത് കാരണം ഹനീഫ് അദ്നി സർ വിളിക്കുകയും അങ്ങനെ പോവുകയായിരുന്നു. ആദ്യം ഒരു തോന്നലുണ്ടായത് പോണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അതിൽ ഒത്തിരി സന്തോഷം, ആ ഡിസിഷൻ എടുത്തതിലും പോയതിലും അതിൻ്റെ ഭാഗമായതിലും. ഈ മിഖായിലും അതോടൊപ്പം തന്നെ മാർക്കോയും രണ്ടിലും സിദ്ദീഖ് ഖാന്റെ ഒരു പെയറായിട്ട് അഭിനയിച്ചത്, ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല അനുഭവമായിരുന്നു. ഇപ്പം നമ്മളെപ്പോലുള്ള ഒരു ആർട്ടിസ്റ്റ്, അധികമൊന്നും മൂവികളൊന്നും ചെയ്യാത്ത ഒരു ആർട്ടിസ്റ്റിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന, ഇത്രയും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളത്. നമ്മളെ ശരിക്കും ഓരോ സമയവും ഞാൻ ഓരോ ഷോട്ടിന് മുന്നേ ഞാൻ സിദ്ദിഖിക്കോട് ചോദിക്കും, സിദ്ദിഖിക്ക ഞാനിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചെയ്തോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ നിന്നോട്ടെ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നോക്കണോ. ഇതിനൊക്കെ നമ്മളെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഇത്രയും ഹെൽപ്പ് ചെയ്യണത്, അല്ലെങ്കിൽ ഏത് രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരു ലൈക്ക് ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഇപ്പോൾ ഞാനെന്ന് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരുമായിട്ടായാലും ബ്രേക്ക് ടൈം ആയാലും നമ്മളോട് എല്ലാവരോടും പഴയ സിനിമാ വിശേഷങ്ങൾ പറയുകയും, അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വളരെ ലക്കിയാണ്. രണ്ട് മൂവിയിലും അതേപോലെ തന്നെ വൈഫായിട്ട് തന്നെ. ഇനിയിപ്പം മാർക്കോ 2 ഉണ്ടെങ്കിൽ പിന്നെയും കാണാം. മാർക്കോ ഒരു ടോട്ടൽ ടീം, അതെങ്ങനെയായിരുന്നു ഒരു അനുഭവം? പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ ദുബായിൽ നിന്നാണ്, ഹനീഫ് അദ്നി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ്. ആ ഒരു ടോട്ടൽ ടീം എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പം എല്ലാ മൂവികളിലും പോലെ തന്നെ ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹനീഫ് സാറ് നമ്മളുടെ ആർട്ടിസ്റ്റിൻ്റെ ഇഷ്ടത്തിന് വിടുകയാണ്. നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലെവൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് പറയും, ബിന്ദു ഇതാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടത്. അതിന്റെ വയലൻസിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. വയലൻസിന്റെ ഒരു മലയാളം മൂവിയിൽ ഇത്രയും തന്നെ അറിയാലോ, ഇത്രയും ജനങ്ങളെ ഏറ്റെടുത്തു. ഇപ്പൊ ജനങ്ങൾക്ക് പുതിയ ജനറേഷനും ഒക്കെ വയലൻസ് ആണ് കൂടുതൽ ഇഷ്ടം. മുഴുവനായിട്ട് ഇപ്പൊ ഈവൻ നോർത്ത് ഇന്ത്യ ആയാലും ഏത് സ്ഥലത്തായാലും ഏത് സ്റ്റേറ്റിലായാലും വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ വയലൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന കാരണം ആദ്യമൊക്കെ നമുക്കൊരു വിഷമമായിരുന്നു. എവിടെ നോക്കിയാലും ചോരത്തളം, കന്നാസുകളിൽ ചോര, പിന്നെ ആൾക്കാരുടെ മുഖങ്ങൾ മേക്കപ്പ്. അത് ഉറപ്പായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും നമ്മളെ ഇത്രത്തോളം ആ ഒരു ലുക്കിൽ എത്തിക്കണമെങ്കിൽ അവരുടെ കഴിവുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും എല്ലാം ബ്ലഡും മയവും ഒക്കെ ആയിരുന്നു. പക്ഷേ അതും നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ആദ്യമൊക്കെ കുറച്ചൊരു പേടിയും ആൾക്കാരെയൊക്കെ ചുറ്റിനുമൊക്കെ കാണുമ്പോൾ നമുക്കൊരു വല്ലായ്മയായിരുന്നു. പക്ഷേ അതിപ്പോൾ കണ്ടിന്യൂസ് കുറച്ച് ദിവസം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അതൊരു സിനിമയാണ്, ഇതൊരു മാജിക് വേൾഡ് ആണെന്നുള്ളത് മനസ്സിലായി. മാർക്കോയ്ക്ക് മുൻപ് മിഖായൽ, എൻ്റെ മെഴുകുതിരി താരങ്ങൾ, അങ്ങനെ കുറേ പടങ്ങൾ. മൊത്തം ഒരു സിനിമാ ജീവിതം എങ്ങനെയാണ്? ശരിക്കും സിനിമാ ജീവിതം എന്ന് പറയുന്നത് അത് യാദൃശ്ചികമായി വന്ന ഒരു സംഭവമാണ്. എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞാൻ മുന്നിൽ അങ്ങനെ ഒരു വിഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. മൂവി എന്ന് പറയുന്ന ഒരു വിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇഷ്ടമായിരുന്നു ഫാഷൻ ഷോകളും ടി വിയിൽ എല്ലാവരും കാണുമ്പോഴും ഫോട്ടോഷൂട്ടുകളും. ഞാൻ പോട്ടെ പിന്നെ ലൈക്ക് വെരി ഓർത്തഡോക്സ് ഫാമിലി. അപ്പോൾ ആ ടൈമിലൊന്നും ഞാനൊന്നും ചെയ്തുകൊണ്ടിരുന്നില്ല. ശരിക്കും ഈവൻ കോളേജ് ലൈഫിലായാലും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മാരേജ് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഫുൾ ഫ്രീഡം. ദുബായിലേക്ക് വന്നപ്പോഴും ഓപ്പർച്യൂണിറ്റികൾ ഇഷ്ടം പോലെ. നാട്ടിലത്തേനെക്കാട്ടി എനിക്ക് തോന്നുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയാണെന്നാണ്. അപ്പോൾ ലൈക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വെറും ഒരു ബ്യൂട്ടി പേജൻറ്റിലൂടെയായിരുന്നു. അപ്പോൾ ആദ്യം ഒന്ന് സ്റ്റേജിൽ കയറിയപ്പം ഒരു ചെറിയൊരു കോൺഫിഡൻസ്, അതിൽ വിൻ ചെയ്തപ്പം അപ്പോൾ അടുത്ത ലെവലിലേക്ക് പോയി. നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ വിന്നറായിട്ടുള്ള, റണ്ണറപ്പ് ആയിട്ടുള്ള ആളാണ് ബിന്ദു. MME അടക്കം ഇവിടെയും അതേപോലെ തന്നെ നാട്ടിലുമൊക്കെ നടന്നിട്ടുള്ള സൗന്ദര്യ മത്സരങ്ങൾ.
എങ്ങനെയാണ് അതിലേക്ക് ഈ സൗന്ദര്യ മത്സരം അല്ലെങ്കിൽ ബ്യൂട്ടി പേജന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നതും വിൻ ചെയ്ത മത്സരങ്ങൾ ഏതൊക്കെയാണ്? അത് ഓർക്കുമ്പോൾ ഒരു സന്തോഷം എത്രത്തോളം? സന്തോഷം ഒരിക്കലും പറയാം. നമ്മളുടെ ഒരു സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ എനിക്ക് ബ്യൂട്ടി പേജന്റ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അവിടേക്ക് എങ്ങനെ എത്തിച്ചേരുമെന്നോ അല്ലെങ്കിൽ എത്താൻ പറ്റുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അപ്പോൾ ഇതൊരു ചെറിയ ഒരു ഓണം പരിപാടിയിൽ മലയാളി മംഗ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പോയി നോക്കാം. KWC എന്ന് പറഞ്ഞ് ദുബായിൽ തന്നെയുള്ള ഓർഗനൈസേഷനാണ്. അപ്പോൾ അവിടെ നിന്ന് ചെല്ലുമ്പോൾ എനിക്കതിൽ ടൈറ്റിൽ വിന്നറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, വലിയ കുഴപ്പമില്ല എന്നാൽ ഒരു കൈ നോക്കാം അടുത്ത സ്റ്റെപ്പിലേക്ക്. അങ്ങനെയാണ് ഞാൻ MMEയിലേക്ക്, മലയാളി മോംസ് മിഡിൽ ഈസ്റ്റ്, ഏകദേശം ഇപ്പോൾ എനിക്കൊന്ന് 1 ലക്ഷത്തോളം ലേഡീസുള്ള ഒരു വലിയ ഗ്രൂപ്പാണ് ഇവിടുത്തെ. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് പോയപ്പോൾ മിസ്സിസ് MME ആയിട്ട് നല്ല നല്ല ടൈറ്റ് കോണ്ടസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിലും പിന്നെ ആയപ്പോഴത്തേനും പിന്നെ ഞാൻ വിചാരിച്ചു കേരളത്തിൽ കോൺഫിഡൻസ് കൂടി. അപ്പോൾ സ്റ്റെപ്പുകൾ കയറും തോറും നമുക്ക് എപ്പോഴും അതാണല്ലോ നമ്മൾ മുന്നിൽ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ മിസ്സിസ് കേരള പറഞ്ഞിട്ട് നാട്ടിൽ തൃശ്ശൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ പോയി അതിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് ലൈക്ക് ഫസ്റ്റ് റണ്ണറപ്പായി. അത് കഴിഞ്ഞിട്ട് മിസ്സിസ് എത്നിക് ഫേസ് ഓഫ് ദ ഇയർ എന്നും പറഞ്ഞിട്ട് ദുബായിൽ നടന്ന കോൺടെസ്റ്റിൽ അതിലും വിന്നായി. പിന്നെ ഇവിടെ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എല്ലാം കഴിഞ്ഞു, എന്തായാലും നമ്മളൊരു പ്രവാസിയാണ്, അപ്പോൾ UAE തന്നെ ഒരു കോമ്പറ്റീഷൻ ജയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ GCCയുടെ കോമ്പറ്റീഷനിൽ ടൈറ്റിൽ വിന്നറായിരുന്നു. അങ്ങനെ അതോടുകൂടി ലൈക്ക് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയണ പോലെ ഇനിയും പോയി പലയിടത്തും തോറ്റു കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ അതോടുകൂടി ഞാൻ അത് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ തൊട്ട് എനിക്കെല്ലാവരും ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. പിന്നെ ഓരോ ഇങ്ങനത്തെ ബ്യൂട്ടി പേജന്റിൽ ജഡ്ജായിട്ട് പോയി തുടങ്ങി. ഈ ബ്യൂട്ടി പേജന്റ് അതോടൊപ്പം തന്നെ സിനിമ അങ്ങനെയുള്ള ജോലിയെല്ലാം ഉണ്ട്. ഇതോടൊപ്പം തന്നെ പേഴ്സണൽ ലൈഫ്, ഭർത്താവ്, മകൻ. ഹസ്ബൻഡ് സഞ്ജീവ് ബിസിനസ്സാണ്. അപ്പോൾ മക്കള് 2 ആൺകുട്ടികൾ, കാളിദാസും കാശിനാഥും. നല്ല കുറേ പടങ്ങൾ ലഭിക്കട്ടെ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഫസ്റ്റ് മാർക്കോ സക്സസ് ആയതിനു ശേഷമുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഒത്തിരി സന്തോഷം വീട്ടിൽ വന്നതിനും. ഇത്രയും ആൾക്കാരെ UAE എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി പറയണം. താങ്ക് യു സോ മച്ച്.